അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിചരിത്രത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബദർ യുദ്ധം എന്നുള്ള അധ്യായമാണ്. ഹിജ്റ 2-ാം വർഷം, ശരത്കാലത്തിൻ്റെ ആരംഭമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു വ്യാപാര സംഘം ഷാമിലേക്ക് പുറപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവ് ലഭിച്ചു. അവരെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. എന്നാൽ മുസ്ലിങ്ങളുടെ സംഘം അവിടെ എത്തുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ വ്യാപാര സംഘം കടന്നുപോയിരുന്നു. ആ ഭാഗത്തുള്ള ചില ഗോത്രങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് മടങ്ങി. ഷാമിലേക്ക് പോയ കച്ചവട സംഘം മടങ്ങി വരേണ്ട സമയമായിരിക്കുന്നു. അവർ മടങ്ങി വരുമ്പോൾ അവരെ തടയുക എന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ഈ ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിന് വേണ്ടി ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ്, സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുകയാണ്. അവർ ഹൗറായിൽ താമസിച്ചുകൊണ്ട് മടങ്ങിവരുന്ന കച്ചവട സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്നാൽ ഈ ദൂതന്മാർ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കച്ചവട സംഘത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിരുന്നു. മക്കയിൽ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ ആളുകൾക്കും ഈ കച്ചവടച്ചരക്കിൽ ഓഹരിയുണ്ടെന്നും താരതമ്യേന വലിയൊരു കച്ചവടച്ചരക്കാണ് ഇവരോടൊപ്പം ഉള്ളത് എന്നുമുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചു. 50,000 ദീനാർ വില വരുന്ന കച്ചവട ചരക്കുകളാണ് അവർ കൊണ്ടുവരുന്നത്. ഒരു ദീനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.25 ഗ്രാം സ്വർണത്തിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറയുകയാണ്, ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ചില അവിശ്വാസികളും മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടഞ്ഞു. ഷാമിലേക്ക് പോയ അബൂ സുഫിയാൻ പോകുന്ന വഴിയിൽ തന്നെ അറിഞ്ഞിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉഷൈറയിൽ എത്തിയതും മടങ്ങിപ്പോയതുമായ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ലാഭം നേടിയ ശേഷമുള്ള മടക്കയാത്രയിൽ വീണ്ടും അവർ തടയുമോ എന്നുള്ള ഭയമുണ്ട്. അതിനാൽ മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ അബൂ സുഫിയാൻ കാത്തിരിക്കുകയാണ്. മടക്കയാത്രയിൽ വ്യാപാര സംഘം ഹൗറായിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിൽ നിന്നും യാത്ര തിരിച്ച വിവരം അബൂ സുഫിയാന് ലഭിക്കുകയാണ്. 30-40 പേരുടെ മാത്രം സംരക്ഷണമുള്ള വ്യാപാര സംഘം. മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടിയാലുണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനാൽ വ്യാപാര സംഘത്തെ മുസ്ലിങ്ങൾ തടഞ്ഞിരിക്കുകയാണ് എന്ന് ഖുറൈശികളെ ധരിപ്പിക്കാനും അതിന്റെ രക്ഷയ്ക്ക് ഉടൻ ആളുകളെ അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനും വേണ്ടി ലംലം ബിൻ ഗിഫാരി എന്ന് പറയുന്ന ആളെ അബൂ സുഫിയാൻ കൂലി കൊടുത്ത് മക്കയിലേക്ക് അയക്കുകയാണ്. മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ഒട്ടകത്തിന്റെ ചെവികൾ അറുക്കുകയും മൂക്ക് ഛേദിക്കുകയും സ്വന്തം വസ്ത്രം മുന്നിലും പിന്നിലും പിച്ചി ചീന്തുകയും ചെയ്തു ലംലം. അതിനുശേഷം ഒട്ടകപ്പുറത്ത് കയറി അട്ടഹസിച്ചുകൊണ്ടാണ് മക്കയിൽ പ്രവേശിക്കുന്നത്. ഖുറൈശികളെ, നിങ്ങളുടെ ധനം അബൂ സുഫിയാന്റെ പക്കലാണ്. മുസ്ലിങ്ങൾ അത് തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സഹായിപ്പീൻ. ഇത് കേൾക്കേണ്ട താമസം അബൂജഹൽ കഅബയുടെ സമീപത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടുകയാണ്. സ്വന്തം ധനത്തിന്റെ രക്ഷയ്ക്കായി പുറപ്പെടാൻ അയാൾ ആഹ്വാനം ചെയ്യുകയാണ്. ജനങ്ങളെ ഇളക്കിവിടാൻ കഴിവുള്ള വ്യക്തിയാണ് അബൂജഹൽ. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു പ്രചോദകന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ വ്യാപാരത്തിൽ അവർക്കെല്ലാം ഓഹരിയുണ്ടായിരുന്നു. എന്നാൽ ഖുറൈശികളിൽപ്പെട്ട ഒരു കൂട്ടർക്ക് മുസ്ലിങ്ങളെ മർദ്ദിച്ചതിനെക്കുറിച്ചും അബിസീനിയയിലേക്കും മദീനയിലേക്കുമൊക്കെ അവർ ഹിജ്റ ചെയ്തതിനെക്കുറിച്ചുമൊക്കെ ഓർമ്മയുള്ള ആ സംഘത്തിന് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ ചില ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിനാന ഗോത്രത്തിൽപ്പെട്ട ബക്കർ വംശവുമായിട്ട് നമ്മൾക്ക് ശത്രുതയുണ്ടല്ലോ, നമ്മൾ മുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ബക്കർ വംശം പിറകിൽ നിന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കും, അതുകൊണ്ട് നമുക്ക് അവരുമായി യുദ്ധത്തിന് പോകേണ്ട എന്നൊക്കെ അവർ പറഞ്ഞു നോക്കുകയാണ്. എന്നാൽ കിനാന ഗോത്രത്തിന്റെ നേതാവ് ഞങ്ങൾ നിങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിക്കുകയില്ല എന്ന് ഉറപ്പുകൊടുത്തതോടുകൂടി യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ യുദ്ധത്തിന് ശേഷിയുള്ള ഒരു വ്യക്തിക്ക് പോലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ മക്കയിൽ സംജാതമായിരിക്കുകയാണ്. എന്നാൽ ഒരേ ഒരാൾ മാത്രമേ അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനായ അബൂലഹബായിരുന്നു. അബൂലഹബിന്റെ കയ്യിൽ നിന്നും 4000 ദിർഹം കടം വാങ്ങിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു, അൽ ആസ് ബിൻ അൽ ഹിഷാം. പാപ്പരായി പോയതിനാൽ കടം വീട്ടാൻ അയാൾക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂലഹബ് തനിക്ക് പകരക്കാരനായി ഈ വ്യക്തിയെ
യുദ്ധത്തിനായി അയക്കുകയാണ്. യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. ഭാരിച്ച ശരീരമുള്ള വയോധികനായ വ്യക്തിയായിരുന്നു. അയാൾ വിശ്രമിക്കുന്ന സമയത്ത് ഉഖ്ബത്ത് ബിൻ അബി മുആയ്ത്, അബൂ ജഹൽ തുടങ്ങിയവർ അയാളെ സമീപിക്കുകയാണ്. ഉഖ്ബയുടെ കയ്യിൽ സാമ്പ്രാണി പുകയ്ക്കുന്ന ഒരു ഉപകരണവും അബൂജഹലിന്റെ കൈവശം സ്ത്രീകൾക്കുള്ള സൗന്ദര്യ വസ്തുക്കളും ഉണ്ടായിരുന്നു. ആ വസ്തുക്കളൊക്കെ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മുന്നിൽ വെച്ചിട്ട് അവർ പരിഹസിക്കുകയാണ്. താങ്കൾ സാമ്പ്രാണിയൊക്കെ പുകച്ച് കണ്ണൊക്കെ എഴുതിയിരുന്നു കൊള്ളുക, താങ്കൾ സ്ത്രീകളിൽപ്പെട്ട വ്യക്തിയാണല്ലോ. ഇത് കേട്ടതും ഈ താഴ്വരയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒട്ടകത്തെ എനിക്കായി കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അയാളും യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരാൾ പോലും മക്കയിൽ അവശേഷിച്ചില്ല. ഈ സമയം മദീനയിൽ ഹിജ്റ 2-ാം വർഷം റമളാൻ 8-നാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പുറപ്പെടുകയാണ്. മദീനയിലെ നമസ്കാരത്തിന്റെ ചുമതല അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. മദീനയിലെ ഭരണ ചുമതല അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 305 പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 83 മുഹാജിറുകളും 61 ഔസ് ഗോത്രക്കാരും 161 ഖസ്റജുകാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. 70 ഒട്ടകങ്ങളും 2 കുതിരകളും ആയിരുന്നു മുസ്ലിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത്. ഈ 70 ഒട്ടകങ്ങളെ 3-4 പേര് മാറി മാറി ഊഴം വെച്ച് ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവും മറ്റൊരു സ്വഹാബിയുമാണ് ഒരൊട്ടകത്തെ ഉപയോഗിക്കുന്നത്. കൂടെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, താങ്കൾ ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ യാത്ര ചെയ്തു കൊള്ളുക, ഞങ്ങൾ നടന്നു വന്നുകൊള്ളാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചില്ല. പോകുന്ന വഴിയിലെല്ലാം അബൂ സുഫ്യാനെയും സംഘത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ സംഘം ദഫിറാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഖുറൈശികൾ വ്യാപാര സംഘത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. അതോടുകൂടി സ്ഥിതിഗതികൾ ആകെ മാറി മറിയുകയാണ്. ഇതുവരെ 30-40 പേരുള്ള അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിനെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുസ്ലിങ്ങളുടെ സംഘം വന്നത്. എന്നാൽ ഇപ്പോൾ ഖുറൈശി പ്രമുഖന്മാർ എല്ലാം പങ്കെടുക്കുന്ന, അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇറങ്ങി പുറപ്പെട്ടു വരുന്ന മക്കക്കാരെയാണ് നേരിടേണ്ടി വരുന്നത്. മക്കക്കാരുമായിട്ട് യുദ്ധം ചെയ്ത് തോൽക്കുകയാണെങ്കിൽ തിരിച്ച് മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ജൂതന്മാർ വെറുതെ ഇരിക്കുകയില്ല. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കാതെ മടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഖുറൈശികളും ജൂതന്മാരും നല്ലതുപോലെ ആ ദൗർബല്യം മുതലെടുക്കും. മക്കയിൽ ഖുറൈശികളിൽ നിന്നും നേരിട്ടതുപോലെയുള്ള പീഡനങ്ങൾ മദീനയിലെ ജൂതന്മാരിൽ നിന്നും നേരിടേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായി കൂടിയാലോചിക്കുകയാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എണീറ്റു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക, ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാവും. നീയും നിന്റെ നാഥനും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ഇസ്രായേൽ സന്തതികൾ മൂസായോട് പറഞ്ഞതുപോലെ അള്ളാഹുവാണ്, ഞങ്ങൾ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ്, ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. അൻസ്വാറുകളുടെ അഭിപ്രായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയേണ്ടത്. സ്വന്തം മക്കളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അഖബയിൽ വെച്ച് കരാറിൽ ഏർപ്പെട്ടവരാണ് അവർ. എന്നാൽ മദീനയ്ക്ക് പുറത്തുപോയി യുദ്ധം ചെയ്യാം എന്നുള്ള ഒരു കരാർ ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഗ്രഹമുണ്ട്. ഇത് മനസ്സിലായതും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുകയാണ്, താങ്കളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ അനുസരിക്കുമെന്ന കരാറും പ്രതിജ്ഞയും ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതിനാൽ താങ്കൾ ഉദ്ദേശിച്ചതെന്തോ അത് പ്രവർത്തിച്ചു കൊള്ളുക, ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകും. താങ്കളെ നിയോഗിച്ചവനാണ് സത്യം. ഒരു സമുദ്രം നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുകയും എന്നിട്ട് താങ്കൾ അതിൽ പ്രവേശിക്കുകയും ചെയ്താൽ നിശ്ചയമായും ഞങ്ങളും താങ്കളോടൊപ്പം അതിൽ പ്രവേശിക്കും. ഞങ്ങളിൽപ്പെട്ട ഒറ്റ ഒരുത്തൻ പോലും പിന്മാറിക്കളയുകയില്ല. നാളെ തന്നെ ഞങ്ങളെ ശത്രുക്കൾക്ക് അഭിമുഖം നിർത്തിക്കൊള്ളുക. ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. യുദ്ധരംഗത്ത് ഉറച്ചു നിൽക്കാൻ മാത്രം സഹനശക്തിയും ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ വേണ്ട കരുത്തും ഉള്ളവരാണ് ഞങ്ങൾ. താങ്കളുടെ കൺകുളിർക്കുമാറുള്ള കാഴ്ച ഞങ്ങളെക്കൊണ്ട് അള്ളാഹു താങ്കൾക്ക് ദർശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുക. ഇത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കൂടുതൽ ശോഭയുള്ളതായി. 2-1 സംഘത്തെ അള്ളാഹു എനിക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ശത്രുക്കൾ ഭൂമിയിൽ വീണുകിടക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംഘത്തെ മുന്നോട്ട് നയിക്കുകയാണ്. മുഹാജിറുകളുടെ കൊടി പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവും അൻസാറുകളുടെ കൊടിയുമായിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവും മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ അവർ ബദറിന് സമീപം എത്തുകയാണ്. മുസ്ലിങ്ങളുടെ സൈന്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു വൃദ്ധനോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നു. ഖുറൈശികളുടെ വ്യാപാര സംഘം അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ആ വൃദ്ധനിൽ നിന്നും മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി സംഘത്തിനോടൊപ്പം ചേരുകയാണ്.
തീരുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ ലവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവരെ ബദറിന്റെ ജലാശയത്തിന്റെ അടുത്തേക്ക് അയക്കുകയാണ്, വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വരാൻ വേണ്ടി. അങ്ങനെ അവർ പോയി 2 ബാലന്മാരെയും കൂട്ടിക്കൊണ്ടാണ് മടങ്ങിയെത്തിയത്. കുന്നിന്റെ മറുവശത്ത് ഖുറൈശി സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ആ ബാലന്മാർ പറഞ്ഞു. അവരുടെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ചോദിച്ചു, ഒരു ദിവസം അവർ എത്ര ഒട്ടകങ്ങളെ അറുക്കാറുണ്ട്? ഒരു ദിവസം 9, അടുത്ത ദിവസം 10. ആ ബാലന്മാർ മറുപടി പറഞ്ഞു. ഖുറൈശികളുടെ സംഖ്യ 900-നും 1000-നും ഇടയിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ്. കൂടാതെ ഖുറൈശി നേതാക്കളെല്ലാം തന്നെ ആ സംഘത്തിലുണ്ട് എന്നുള്ള കാര്യവും ആ ബാലന്മാരിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് വിളിച്ചു പറയുകയാണ്, മക്കയുടെ അരുമസന്തതികൾ ഒന്നടങ്കം ഇതാ നിങ്ങൾക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.